ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 2.2 ആംപ്ലിഫയർ ആണ്. 2.2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. പിന്നെ വരുന്ന 2 പ്രീ ഔട്ട് ആണ്. അതായത് 2 സബിൻ്റെ ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സബ് കൊടുക്കാൻ പാകത്തിന്. അതായത് സ്റ്റീരിയോ ആംപ്ലിഫയറിൽ 2 പ്രീ ഔട്ട്. ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ പോലത്തെ പാനലുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ചാനലിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ 5.1 ആംപ്ലിഫയർ, സ്റ്റീരിയോ ആംപ്ലിഫയർ, 2.1 ആംപ്ലിഫയർ, അതുപോലെ ടവർ സ്പീക്കർ ബോക്സുകൾ, ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയറിൻ്റെ ബോർഡ് TDA 7294 IC ഉപയോഗിച്ചിട്ടുള്ള ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതും ഒറിജിനൽ IC തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓഡിയോ നല്ല ക്വാളിറ്റി ആയിരിക്കും. സ്റ്റീരിയോയിൽ പാട്ട് കേൾക്കാനൊക്കെ നല്ലൊരു ക്വാളിറ്റി തന്നെ ഉണ്ടാവും ഈ ഒരു ആമ്പിൽ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ബാസ് ട്രബിൾ ബോർഡ് 3-way ബാസ് ട്രബിൾ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ആമ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കൊരു 3-way ബോക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വർക്കിംഗ് തന്നെ നമുക്ക് കിട്ടും. അതായത് മിഡൊക്കെ നല്ലോണം കയറ്റി വെക്കാൻ പറ്റും. നല്ല ക്ലാസിക് സോങ് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും. ഇതിൽ 4 ohms നമുക്ക് ഇതിലൊരു ചാനൽ ഒരു 100 വാട്ട്സ് ഒക്കെ കിട്ടും. അപ്പോൾ 2 ചാനലും കൂടി 200 വാട്ട്സ് ഉണ്ടാവും ഏകദേശം. അത് ഞാൻ എൻ്റെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും നമ്മൾ ആമ്പ് ചെയ്യുമ്പോൾ നമുക്ക് സബിൻ്റെ ആമ്പ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് നല്ലത്. ഇപ്പോൾ 2.1 ചെയ്യുകയാണെങ്കിൽ തന്നെ സ്റ്റീരിയോ ചെയ്തിട്ട് ഇതുപോലെ സബിൻ്റെ ആംപ്ലിഫയർ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത്. അത് കൃത്യമായിട്ടുള്ള നമുക്കൊരു വർക്കിംഗ് കിട്ടണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് മാത്രമല്ല, നമ്മളെ റൂം കറക്റ്റ് ആയിരിക്കണം. റൂമിൽ നമ്മൾ എക്കോ വരാൻ പാടില്ല. എക്കോ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ആംപ്ലിഫയറിൽ പാട്ട് കേൾക്കാൻ നമുക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു വർക്കിംഗ് നമുക്ക് ഒരിക്കലും ആസ്വദിക്കാൻ കഴിയില്ല. കറക്റ്റ് ആയിരിക്കണം നമ്മളെ റൂം. കുറെ പൈസ മുടക്കിയിട്ട് നല്ല ആംപ്ലിഫയറുകളും നല്ല ബോക്സും ഒക്കെ വാങ്ങി വെക്കും. അതായത് 2 സബൊക്കെ ആയിരിക്കും JBLന്റെ ഓരോരുത്തരടുത്ത് ഉണ്ടാവുക. പക്ഷെ അതിൻ്റെതായ ഒരു കൃത്യ വർക്കിംഗ് കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു റൂമിൽ നമ്മൾ അക്കോസ്റ്റിക് ചെയ്ത റൂമാണെങ്കിൽ മാത്രമേ ആ ഒരു സബിന്റെ ഒക്കെ വർക്കിംഗ് നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ആംപ്ലിഫയറും സ്പീക്കറും വെച്ചിരിക്കുന്ന റൂമോ ഹാളോ എന്തുവേണേലും ആയിക്കോട്ടെ, അത് കറക്റ്റ് അല്ലെങ്കിൽ ആ സ്പീക്കർ പതറും, അല്ലെങ്കിൽ സബ് ഊഫർ ആണെങ്കിൽ സബ് ഊഫർ പതറും എന്നുള്ള കാര്യം ഉറപ്പാണ് കറക്റ്റ് അല്ലെങ്കിൽ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.